ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്കിതേ ഈ ഫ്രൂട്ട്, ഇതിൻ്റെ പേരാണ് അനാറ്. ഈ ഫ്രൂട്ട് മേടിക്കാൻ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. കാരണം അത് നന്നാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. നിങ്ങളിൽ ആരൊക്കെ ഇത് നന്നാക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മേടിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം എനിക്കിത് കഴിക്കാൻ ഇഷ്ടമാണ്. ആരെങ്കിലും നന്നാക്കി തന്നാൽ ഞാൻ ഇത് കഴിച്ചോളും. പക്ഷേ ഇത് നന്നാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അങ്ങനെ മേടിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല കേട്ടോ. അപ്പോൾ ഈ അടുത്തിടെ എൻ്റെ മണ്ടൻ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയാണ് കേട്ടോ. ഈ അനാറിനെ ആദ്യം കഴുകിയെടുക്കുക, എന്നിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുത്ത് അതിൻ്റെ ബാക്കിൽ നിന്ന് ഇതുപോലത്തെ കയ്യിൽ, ഇങ്ങനെ വളഞ്ഞ കയ്യിൽ തന്നെ വേണേ ആ കയ്യിൽ വെച്ചിട്ട് അടിച്ചടിച്ച് ഒരു പാത്രത്തിലേക്ക് ചാടിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് അനാറ് നന്നാക്കി എടുക്കാം കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിലും ഓരോരുത്തർ ഇങ്ങനെ അനാറിങ്ങനെ പ്രത്യേക ഷേപ്പിൽ റൗണ്ടിൽ മുറിച്ചിട്ട് ഇങ്ങനെ പിളർത്തി എടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനത് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കത് സക്സസ് ആയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്കത് സക്സസ് ആയത്. ഇത് നല്ലൊരു ഐഡിയ തന്നെയാണ് കേട്ടോ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇത് നന്നാക്കി എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു വൈറ്റ് കോട്ടിംഗ് ആയിട്ടുള്ളൊരു തൊണ്ടുണ്ട്, ചെറുത് നൈസായിട്ടുള്ളത്. അത് കുറച്ചൊക്കെ പൊട്ടിയ പാത്രത്തിലേക്ക് ചാടും. അത് ലാസ്റ്റ് നമുക്ക് പെറുക്കി കളയാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ ടിപ്പ് ഉപയോഗിച്ച് നിങ്ങൾ അനാറ് നന്നാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ഥിരം അനാറ് മേടിക്കും. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട്സാണ്. ഇത്ര ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമ്മുടെ നാട്ടിലില്ല എന്ന് തന്നെ പറയാം. പക്ഷേ ഇത് നന്നാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് പലരും ഇത് മേടിക്കാൻ അത്ര ഇൻട്രസ്റ്റ് കാണിക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മുടെ ബോഡിക്ക്, അതായത് പ്രത്യേകിച്ച് ബ്ലഡിന് കളർ ഉണ്ടാവാനും അതുപോലെ നമുക്ക് സ്കിന്നിനൊക്കെ കളർ ഉണ്ടാവാനും ഒക്കെ നല്ലൊരു ഫ്രൂട്ടാട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് നന്നാക്കി എടുക്കുക. അപ്പോൾ ഞാൻ അതിങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ എല്ലാ അനാറും വിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ ഇതിന് മുമ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അനാറ് മുറിച്ച് അതിങ്ങനെ പിളർത്തി എടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ ടൈം വേണ്ടി വന്നിട്ടുണ്ട് അത് നന്നാക്കി എടുക്കാനായിട്ട്. പക്ഷേ ഇങ്ങനെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് പറഞ്ഞ നേരം കൊണ്ട് തന്നെ അത് ആ കൊട്ടണ ടൈം മാത്രമാണ് എനിക്കത് നന്നാക്കി എടുക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അത്രേ വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങൾക്ക് നോമ്പായതുകൊണ്ട് വൈകുന്നേരം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും എടുക്കണില്ല കേട്ടോ. കാരണം നമുക്കങ്ങനെ എടുക്കാൻ അങ്ങനെ പറ്റാറില്ല. ഇൻഷാ അല്ലാഹ് എനിക്കറിയില്ല, പറ്റണ അനുസരിച്ച് ഞാൻ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പം നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യാത്തവരും വന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. കണ്ടോ, അവസാനം അതിൻ്റെ ആ പുറത്തുള്ള ചെറിയ നൈസായിട്ടുള്ള കോട്ടിങ് അത് കുറച്ച് അനാറിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതുപോലെ പെറുക്കി കളയാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ നീരും അനാറിൻ്റെ ഉള്ളിലുള്ള ആ മുത്തുമണികളില്ലേ, ആ മണികളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നേരെ ജാറിലേക്ക് ഇട്ടിട്ട് ജ്യൂസാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ ആ വൈറ്റ് കോട്ടിങ് കുറച്ച് കിടന്നെന്ന് എഴുതി ഒന്നും കുഴപ്പമില്ല. അങ്ങനെ ഞാൻ എല്ലാ അനാറും നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ജാറിലേക്കിട്ട് ജ്യൂസാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും അടിക്കണ നേരം മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അനാറ് നന്നാക്കാനുള്ള ടൈം എന്ന് പറയുന്നത്. പിന്നെ അതിൽ കുറച്ചേ ആ വൈറ്റ് കോട്ടിങ് വരുന്നുള്ളൂ. അത് അത്രയും വലിയ വിഷയമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങൾ ഇതുപോലെ അനാറൊന്ന് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരം അനാറ് മേടിക്കാൻ ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇത് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് അടിച്ച് ജ്യൂസാക്കാം കേട്ടോ. ഞാനിവിടെ ചെറിയൊരു സിമ്പിളായിട്ടുള്ള ജ്യൂസായിട്ട് ഉണ്ടാക്കുന്നത്. നന്നാക്കി വെച്ച അനാറിലേക്ക് ആവശ്യത്തിന് ഷുഗറും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കും.
അടിച്ചതിന് ശേഷം ഒരു ചെറിയ അരിപ്പ, അതായത് ഫ്രൂട്ട്സൊക്കെ ജ്യൂസൊക്കെ അരിച്ചെടുക്കുന്ന അരിപ്പയിലിട്ടിട്ട് ഒന്ന് അരിച്ചെടുക്കും. അത് നേരെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വയ്ക്കും. എന്നിട്ട് നമ്മൾ നോമ്പ് തുറക്കണ നേരത്ത് അതെടുത്ത് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന സുഖമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സുഖം. കാരണം ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇങ്ങനെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കണത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. നല്ലത് മാത്രമല്ല, നമുക്കിങ്ങനെ തണുത്തത് ആ ടൈമിൽ കുടിച്ചില്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ പോലും പറ്റില്ല. ഫുഡ് കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല, നമുക്കിങ്ങനെ ജ്യൂസ് എന്തെങ്കിലും വെള്ളമായിട്ട് കുടിക്കണം. അങ്ങനെയാണ് കേട്ടോ എനിക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.